ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു ട്രാവലിംഗ് വ്ലോഗാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങൾ കുട്ടിക്കാനത്തേക്ക് പോയ യാത്രയുടെ കാഴ്ചകളാണ്. ഇടുക്കി ജില്ലയിലെ മനോഹരമായൊരു സ്ഥലമാണ് കുട്ടിക്കാനം. പുലർച്ചെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റിലേക്കുള്ള വഴിയാണ്. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കുറച്ചുനേരം അവിടെ കാഴ്ചകൾ കണ്ടു നിന്നു. ഇവിടെ സൈഡിലായി നിറച്ചും പൂക്കളുണ്ട്. പേരൊന്നും അറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ വഴിയിലൂടെയാണ് എസ്റ്റേറ്റിലേക്ക് പോകേണ്ടത്. വഴിയുടെ സൈഡിലായി നിറയെ വലിയ വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. കുറച്ചുകൂടി മുൻപിലോട്ട് നടന്നപ്പോൾ ഞങ്ങൾ തേയിലത്തോട്ടത്തിലെത്തി. നല്ല ഭംഗിയായിരുന്നു കാണാൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ നല്ലപോലെ മഴ പെയ്തു. അപ്പോൾ തന്നെ നല്ല കാറ്റും വീശിയിരുന്നു. നല്ല തണുപ്പും കൂടെ ഉണ്ടായിരുന്നു. ശേഷമാണ് ചെറിയൊരു വെള്ളച്ചാട്ടം ഞങ്ങൾ കാണുന്നത്. ചെറിയൊരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നല്ലപോലെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ തന്നെ നിറയെ ചെടികളും അതിൽ നിറയെ പൂക്കളും ഉണ്ടായിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു അത്. അതിനുശേഷം ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടിരുന്ന സ്ഥലത്തേക്ക് പോകുകയായിരുന്നു. അപ്പോഴും നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മഴയത്തുകൂടെ നടന്നപ്പോൾ വേറൊരു വഴി കണ്ട് ജസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് നടന്നു നോക്കി. അവിടെ ഒരു തടാകം കണ്ടു. നിറച്ചും മരങ്ങളൊക്കെയായി നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായി. പക്ഷെ അതൊരു തടാകമല്ല, അതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റിന്റെ ആവശ്യങ്ങൾക്കുള്ള ഒരു ചെക്ക് ഡാം ആണ്. ഉൾപ്പ് നിറഞ്ഞൊരു സ്ഥലം. വളരെ വർഷങ്ങൾ പഴക്കമുള്ള വലിയ മരങ്ങൾ ചുറ്റിനും കാണാൻ കഴിഞ്ഞു. ഈ മഞ്ഞും മഴത്തുള്ളിയും വന്നപ്പോൾ തന്നെ ചെക്ക് ഡാമിനെ കൂടുതൽ സുന്ദരമാക്കി. മഴയുള്ള സമയത്ത് വന്നതുകൊണ്ട് തന്നെ എസ്റ്റേറ്റിന്റെ സൗന്ദര്യം നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിഞ്ഞു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര മനോഹരമായിരുന്നു ആ കാഴ്ച. എത്ര തന്നെ നമ്മൾ വീഡിയോ എടുത്താലും അതിന്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് നേരിട്ട് കണ്ടാലേ അത് മനസ്സിലാവുകയുള്ളൂ. എങ്കിൽ പോലും ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും എന്തുമാത്രം സൗന്ദര്യം നിറഞ്ഞ സ്ഥലമാണ് ഇതെന്ന്. കുറച്ചു നേരം കൂടി ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി. മഴ കൂടിയപ്പോൾ ഞങ്ങൾ എസ്റ്റേറ്റിന്റെ ചെറിയൊരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വശത്ത് കയറി ഞങ്ങൾ കുറെ നേരം നിന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറേയേറെ കാഴ്ചകൾ കണ്ടു. കുറെ നേരം നിന്നിട്ടും മഴ മാറുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു കുട സംഘടിപ്പിച്ചു. അതുമായി ഞങ്ങൾ നടക്കാനിറങ്ങി. അങ്ങനെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പല കളറിലുള്ള റെയിൻകോട്ട് ധരിച്ച് തേയില പറിക്കുകയും തോട്ടത്തിൽ പണിയെടുക്കുകയും ചെയ്യുന്നു. കാറ്റും മഴയും ഒന്നും നോക്കാതെ അവർ ജോലി ചെയ്യുന്നത്. പക്ഷേ പല കളറിലുള്ള റെയിൻകോട്ട് ധരിച്ച അവർ അങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഭംഗിയുണ്ട്. പിന്നെയും കുറച്ചു ദൂരം കൂടി ഞങ്ങൾ മുൻപിലോട്ട് പോയി. അവിടെ നല്ല വ്യൂ ആയിരുന്നു. കുറെ നേരം ഞങ്ങൾ അവിടെ നിന്നു കാഴ്ചകൾ കണ്ടു. കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പോയത് ഏലത്തോട്ടത്തിലേക്കായിരുന്നു. അവിടെ നിറയെ അട്ടയുണ്ട്. അട്ടയാണെങ്കിൽ കാലിൽ കടിക്കുകയൊക്കെ ചെയ്തു. അട്ടയുടെ ശല്യം കൂടുതലായപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും പയ്യെ ഇറങ്ങി. പിന്നെയും കുറച്ച് മഴ പെയ്യുന്നുണ്ട്. കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയുടെ അടുത്തെത്തി. വണ്ടിയിൽ കയറി യാത്ര തുടങ്ങിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പും ചെറിയ കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കുമ്മിളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേറൊരു തേയിലത്തോട്ടം കണ്ടു. പെട്ടെന്ന് ഞങ്ങൾ വണ്ടി നിർത്തി.
ഞങ്ങൾ കുട്ടിക്കാനം ടൗണിലെത്തിയപ്പോൾ നല്ല കോടയായിരുന്നു. സന്ധ്യാസമയമാണ്, എന്നാലും കോട വന്നതുകൊണ്ട് നല്ല കാഴ്ചയായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു. കുട്ടിക്കാനം എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങൾ ഒരിക്കൽ ഇവിടെ എത്തി ഈ പ്രകൃതി സൗന്ദര്യം അനുഭവിക്കണം. അത്രയ്ക്കും മനോഹരമായിരുന്നു കുട്ടിക്കാന യാത്ര.